ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ ഷഅബാൻ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമാണ് ഷഅബാൻ. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കാനും ആരാധന നിരതരാകാനും ഏറ്റവും വലിയ സന്ദർഭമാണ്, ഒരു സുവർണകാലമാണ് ഷഅബാൻ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തെ വലിയ മഹത്വം കൽപ്പിച്ച് ആരാധന നിരതരാകുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്തപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാണ് ഇത്രയും നോമ്പനുഷ്ഠിക്കുകയും മറ്റുള്ള സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, ഈ മാസം പുണ്യകരമായ മാസമാണ്. അടിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സൽക്കർമ്മങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഞാൻ നോമ്പുകാരനായിരിക്കെ അള്ളാഹുവിലേക്ക് എൻ്റെ അമലുകൾ ഉയർത്തുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ റജബിൻ്റെയും റമളാനിൻ്റെയും ഇടയിൽ ഏറ്റവും പുണ്യമേറിയ, ജനങ്ങളെല്ലാം അശ്രദ്ധരായി പോകുന്ന ഒരു മാസമാണ് ഈ മാസം. ഷഅബാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് 15-ാം രാവ് എന്നുള്ളത്. ഷഅബാൻ 15-ാം രാവ് അഥവാ ബറാഅത്ത് രാവ്, മോചനത്തിൻ്റെ രാവ് എന്നും നിർണയത്തിൻ്റെ രാവ് എന്നൊക്കെ പല പേരുകളിലും ഈ രാവിനെ അറിയപ്പെടുന്നുണ്ട്. വലിയ മഹത്വമുള്ള ഈ രാവിൽ വിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങുകയും ജനങ്ങളുടെ ഓരോ വിഷയങ്ങളും അടുത്ത വർഷത്തേക്ക് അല്ലാഹു തആല തീരുമാനിക്കുന്നൊരു ദിവസം കൂടിയാണ് ബറാഅത്ത് രാവ്. ആരെല്ലാം മരിക്കും, ആരെല്ലാം ജനിക്കും, അതുപോലെ വിവാഹം തുടങ്ങിയ മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, സമൂഹം ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ വിഷയങ്ങളും അള്ളാഹു തീരുമാനിക്കുന്ന ഒരു നിർണയത്തിൻ്റെ രാവ് കൂടിയാണ് ബറാഅത്ത് രാവ്. ആ രാവുകൾക്ക് മുൻഗാമികൾ തന്നെ വലിയ പ്രാധാന്യത കൽപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രാവിൻ്റെ മഹത്വങ്ങൾ നമ്മെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബറാഅത്ത് രാവിനെ സംബന്ധിച്ച് നിരവധി ഹദീസുകൾ കാണാവുന്നതാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുണ്ടായി, ഷഅബാൻ 15-ാം രാവിൽ അള്ളാഹു വെളിവാകുകയും അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യാത്തവർക്കും അഥവാ പങ്കു ചേർക്കാത്തവർക്കും മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് പുലർത്താത്തവർക്കും പുറത്തു കൊടുക്കുന്നതാണ്. ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്നത് ഈ രാവിൻ്റെ മഹത്വത്തെയാണ്. അതുപോലെ സൂറത്ത് ദുഖാനിൽ പരാമർശിക്കപ്പെട്ട അനുഗ്രഹീത രാത്രി, ലൈലത്തുൽ മുബാറക്ക എന്ന് പറയുന്ന ഈ രാവ്, ഈ നിസ്ഫു ഷഅബാൻ, ബറാഅത്ത് രാവ് എന്നുള്ളതിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇക്രിമ റളിയല്ലാഹുവിൻ്റെയും മറ്റു ചില പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ ബറാഅത്ത് രാവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് തഫ്സീറുർ റാസി അടക്കം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ അഭിപ്രായമാണ് പ്രബലം. ബറാഅത്ത് രാവിൻ്റെ മഹത്വങ്ങൾ വിശദീകരിക്കുന്ന നിരവധി ഹദീസുകൾ ഉദ്ധരിച്ച ശേഷം ഒന്നരായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ആകിയാൽ ഈ രാവിന് ശ്രേഷ്ഠതയുണ്ട്. അതിൽ പ്രത്യേക പാപപരിഹാരവും പ്രത്യേക പ്രാർത്ഥനയ്ക്കുത്തരവും ലഭിക്കും. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുമെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട്. ബറാഅത്ത് രാവിൽ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതിന് പ്രവാചക മാതൃകയുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു രാത്രി കിടപ്പറയിൽ നിന്ന് കാണാൻ കഴിയാതെയായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ജന്നത്തുൽ ബഖീയിൽ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്നതായി ഞാൻ കണ്ടു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഈ രാത്രി വലിയ മഹത്വമുള്ളതാണ്. അള്ളാഹു ജനങ്ങളിലേക്ക് അടുക്കുന്ന, ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവാണ് ഈ രാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും കുലബ് ഗോത്രത്തിൻ്റെ ആടുകളെ രോമത്തിൻ്റെ എത്ര ആളുകൾക്ക് അവൻ പാപമോചനം നൽകുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ഇങ്ങനെ ഒരുപാട് മഹത്വമുള്ള രാവുകളിൽപ്പെട്ടതാണ് ഈ രാവ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 5 രാത്രികളിലെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് വെള്ളിയാഴ്ച രാവാണ്. മറ്റ് 2 പെരുന്നാൾ രാവും
റജബിലെ ആദ്യത്തെ രാത്രിയും ഷഅബാൻ 15 രാവുമാണെന്ന് അഥവാ ബറാഅത്ത് രാവാണെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ രാവിൽ അഥവാ ബറാഅത്ത് രാവിൽ ഒരുപാട് പുണ്യങ്ങൾ കൊണ്ട് നാം നിരതരാകേണ്ടതുണ്ട്. പ്രാർത്ഥനാ നിരതരാകണം, ആരാധനാ നിരതരാകണം. പാപമോചനം തേടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ സന്ദർഭമാണെന്നും നമ്മുടെ ഭാവിയെ ഭാസുരമാക്കാനും അഥവാ വരും ജീവിതങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ സ്വീകാര്യതയാക്കി മാറ്റാനും നമ്മൾ ആ രാത്രി ഉപയോഗപ്പെടുത്തണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രാവിൽ മഗ്‌രിബിന് ശേഷം പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൂറത്ത് യാസീൻ, അതുപോലെ സൂറത്ത് ദുഹാൻ, ആ രാവിൽ ഓതേണ്ട ഒരുപാട് പ്രാർത്ഥനകളും അദ്കാറുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. 3 യാസീൻ മഹാന്മാരായ സ്വാലിഹീങ്ങൾ നേരത്തെ തന്നെ അത് ഓതിയിരുന്ന ആ ഒരു പരമ്പരാഗതമായിട്ടാണ് നാം ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആയുസ്സിൻ്റെ ദൈർഘ്യത്തിനും ഭക്ഷണത്തിലെ വിശാലതക്കും അതുപോലെ ജീവിതത്തിലുടനീളം ഐശ്വര്യം, അഭിവൃദ്ധിയും സന്തോഷമുണ്ടാകാനാണ് ഈ യാസീൻ സൂറത്ത് ഓതുകയും അതോടൊപ്പം തന്നെ സൂറത്ത് ദുഹാൻ, ഈ രാത്രിയുടെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്ന ഈ സൂറത്ത് നമ്മൾ ഓതി ധാരാളം അള്ളാഹുവിലേക്ക് ദിക്ർ ചൊല്ലി നമ്മൾ അടുക്കാൻ പ്രത്യേകമായി നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പകൽ 15-ാം പകലിൽ നോമ്പനുഷ്ഠിക്കലും പ്രത്യേകമായി സുന്നത്തുണ്ട്. ഇന്നത്തെ രാത്രി കൂടുതൽ നിസ്കരിക്കാനും അതുപോലെ കൂടുതൽ ആരാധനരാകാനും പകൽ നോമ്പനുഷ്ഠിക്കാനുള്ള നിർദ്ദേശവും മങ്കും ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ അറിയിക്കുന്ന ഈ രാത്രിയിൽ നാം പരമാവധി നല്ല കാര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനമാണ്. അത് നരകമോചനം മാത്രമല്ല, ലോകത്തുള്ള ഒരുപാട് മോചനങ്ങൾ, കടക്കണിയിൽ നിന്ന് മോചനം നമുക്ക് ലഭിക്കണം. അതുപോലെ കുടുംബപരമായ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന പലർക്കും അതിൻ്റെ മോചനം ലഭിക്കണം, ജയിൽ മോചനം ഉണ്ടാകണം. അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അകപ്പെട്ട അവർ, രോഗങ്ങളായി കഴിയുന്നവർ, അങ്ങനെ പല പ്രശ്നങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവർക്ക് വലിയ ഒരു മോചനമാണ് ഈ രാവ് നമുക്ക് നൽകുന്നത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഷഅബാൻ 15 രാവായാൽ ആ രാത്രിയിൽ നിങ്ങൾ ഇബാദത്ത് നിർവഹിക്കുകയും പകലിൽ നോമ്പെടുക്കുകയും ചെയ്യുക. ആ ദിവസം സൂര്യൻ അസ്തമിക്കുന്ന സമയം അള്ളാഹു ഇങ്ങനെ ചോദിക്കും, പാപമോചനം തേടുന്നവരുണ്ടോ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കും, ഭക്ഷണം തേടുന്നവരുണ്ടോ അവർക്ക് ഞാൻ ഭക്ഷണം നൽകും, പരീക്ഷിക്കപ്പെടുന്നവരുണ്ടോ അവർക്ക് ഞാൻ സുഖം നൽകും. നേരം പുലരുന്നത് വരെ ഇങ്ങനെ പല കാര്യങ്ങളും അള്ളാഹു അറിയിച്ചു കൊണ്ടിരിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങളും ഒരുപാട് ശ്രേഷ്ഠതകളും പുണ്യങ്ങളും അടങ്ങിയ ഈ രാവും പകലും പരമാവധി നാം ഉപയോഗപ്പെടുത്തുക. പ്രത്യേകമായി മോചനത്തിൻ്റെ രാവ് അടുത്ത വർഷത്തേക്കുള്ള ഓരോ കാര്യം നിർണയിക്കുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെയും പാപങ്ങളൊക്കെ പുറത്ത് അടുത്ത കാലത്തേക്കുള്ള സംശുദ്ധമായ ജീവിതം നയിക്കാനും നല്ല ഒരു ഭാവിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനാനിരതരാകുകയും ആത്മീയമായി സംസ്കരിക്കുകയും വിശുദ്ധരായി നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഈ രാവ് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.